പിന്നെ അവിടെ നഴ്സായിട്ട് വന്ന് വർക്ക് ചെയ്യുന്ന അതേ സമയത്ത് നമുക്ക് വേറെ എക്സ്ട്രാ വർക്കിന് പോകാനോ വേറെ ഹോസ്പിറ്റലുകളിലോ ഇല്ലേ? അതിപ്പോ ബാൻഡ് 7 ആണെങ്കിൽ പറ്റില്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലെ? ഇല്ല, നമുക്ക് ഏജൻസി രജിസ്റ്റർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ അടുത്തുള്ള അഡ്ജസന്റ് ഹോസ്പിറ്റലില് ബാങ്ക് ഷിപ്സ് ഉണ്ടെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ പോവാം. ഇല്ല, സെയിം ട്രസ്റ്റിൽ തന്നെ ഓൾറെഡി ബാങ്ക് രജിസ്റ്റർ ചെയ്യുമായിരിക്കും, എന്നിട്ട് പോവാം. പക്ഷെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആസ് എ ബാൻഡ് 7 ചിലപ്പോ ഞാൻ എന്താ പറയാ, ഇപ്പൊ ഞാൻ തിയേറ്ററിലാണ്. അപ്പൊ തിയേറ്ററിൽ എനിക്ക് തിയേറ്ററിൽ കേസിലോട്ട് കയറണം, അതായത് ഇൻസൈഡ് തിയേറ്ററിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ, എനിക്ക് ബാങ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് അക്കോർഡിംഗ് ടു മാനേജേഴ്സ് ആയിരിക്കും, അക്കോർഡിംഗ് ടു മേറ്റർ ദേ വിൽ ഡിസൈഡ്. ബാൻഡ് 6ന്റെ ബാങ്ക് റേറ്റ് വരണം, ബാൻഡ് 7ന്റെ പൊസിഷൻ അനുസരിച്ചാണ്. ചിലപ്പോ നമുക്കൊരു കീ ഹോൾഡിംഗ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണുമായിരിക്കും, അതായത് എക്സ്ട്രാ ലിസ്റ്റ് ഉള്ള ദിവസങ്ങളിൽ ഒരു ബാൻഡ് 7 ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് ബാൻഡ് 7ന്റെ പേ തന്നെ കിട്ടും.